ഈ ഒരു കാര്യം ഉസ്താദ് പറഞ്ഞത് ഞാനൊരിക്കലും മൂപ്പരെ കുറ്റം പറയില്ല. സിസേറിയൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞ് 4 വർഷം വരെ അല്ലെങ്കിൽ 5 വർഷം വരെ ഒരു അമ്മയുടെ വയറ്റിൻ്റെ അകത്ത് കിടക്കും. സത്യമാണ്. ഇത് മൂപ്പരെ കുറ്റം പറയില്ല, കാരണം മൂപ്പര് പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. കാരണം മൂപ്പര് ചന്ദനമഴ സീരിയൽ ഒരു എപ്പിസോഡ് വിടാതെ കാണുന്ന മനുഷ്യനാണ്. ചന്ദനമഴ സീരിയലിലാണെന്ന് തോന്നുന്നു 4 വർഷം വരെ ഗർഭിണിയായിട്ട് കുഞ്ഞിനെ വയറ്റിയിട്ടിട്ട് കിടന്നില്ലേ? അല്ലല്ലേ? പിന്നെന്താ പോകണം? മൂപ്പര് പറഞ്ഞാൽ എന്താ പറ്റും? ഇതാ വരുന്നു അടുത്തത്. അതെ ഉള്ളത് തന്നെ വല്ലാക്ക. അതേ സംഭവം 4 വർഷമൊന്നുമല്ല, ഒരു 12 വർഷം 11 വർഷം വരെയൊക്കെ കടന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഒരു മനുഷ്യ സ്ത്രീയുടെ വയറ്റിലൊന്നും അല്ല. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ TV-ലാ സീരിയലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചന്ദനമഴ വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് വിവാദങ്ങൾക്ക് ഇടയായ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകനായ AP അബ്ദുൽ ഹക്കീം ഡോക്ടർ അഹ്സനി ഉസ്താദിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു, ഒരു കുട്ടി 4 വർഷം വരെ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ കിടക്കാം എന്ന് പറഞ്ഞാൽ അതിന് ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളും 4 വർഷം വരെ കിടക്കണം അല്ലെങ്കിൽ കിടക്കാം അങ്ങനെയില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ ആ ഒരു പ്രസ്താവന, അതിന് ദീനീയപരമായിട്ട് എന്തുണ്ട്, ഒരു ലോജിക്കുണ്ട്. പക്ഷെ വിമർശിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ലോജിക്കില്ല. നിങ്ങൾ പറഞ്ഞത് ഉസ്താദ് എന്താണ്, എന്ത് സീരിയലാണ്? ചന്ദനമഴയോ? ചന്ദനമഴ ഒരു എപ്പിസോഡ് പോലും വിടാതെ കണ്ടിട്ടുണ്ട് എന്നാണ് റാഫി ബ്രോ പറഞ്ഞിട്ടുള്ളത്. നഊദുബില്ലാ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫഹദ് പറഞ്ഞിട്ടുള്ളത്. സീരിയലിൽ ആരാണ്, സുനിധിയോ വർഷയോ? വർഷ അങ്ങനെ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വർഷ അങ്ങനെ കടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വർഷ സീരിയലിൽ അഭിനയം പഠിച്ചിട്ടാണ് കടന്നിട്ടുള്ളത്. പക്ഷെ ബഹുമാനപ്പെട്ട ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിൽ അത് 4 മദ്ഹബുകളുടെ ഇമാമിങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ അതിന് വിമർശിക്കാൻ പോകുമ്പോൾ എന്ത് വേണം, ആ വിഷയത്തെക്കുറിച്ചിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അപ്പോൾ പണ്ഡിതന്മാരെ വിമർശിക്കുമ്പോൾ കുറച്ച് പാണ്ഡിത്യം വേണം. അതില്ലാത്ത ആളുകൾ വിമർശിച്ചാൽ താലും വലില്ലാണ്ട് എന്താവും, കോമാളിത്തരായി പോവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ ഡോക്ടർമാർ ജോലി ചെയ്യും, നേഴ്സുമാർ ജോലി ചെയ്യും, പിന്നെ ക്ലീനിങ്ങിൻ്റെ ആളുകൾ ജോലി ചെയ്യും, അങ്ങനെ കൗണ്ടറിൽ ആളുകൾ ജോലി ചെയ്യും, അങ്ങനെ പല നിലക്കും എന്താവും ജോലി ചെയ്യും. അപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതാത് ആളുകൾക്ക് അതാത് ജോലി തന്നെ ചെയ്യലാണ് നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്നിപ്പോൾ ഒരു കുറേ കാലം ക്ലീനിങ്ങിൻ്റെ ജോലി ചെയ്ത ഒരാൾ ഹോസ്പിറ്റലിൽ പെട്ടെന്നിപ്പോൾ കത്തിയും കോഴാലേക്ക് എടുത്തിട്ട് സിസേറിയൻ ചെയ്യാൻ പോലെ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിമർശിച്ചിട്ടുള്ളത്. നിങ്ങളെന്ന് പറഞ്ഞാൽ ജാസി അതേപോലെ കുറേ പെണ്ണുങ്ങളിലൊക്കെ വിമർശിക്കുന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പണ്ഡിതന്മാർ വിമർശിക്കുമ്പോൾ എന്ത് വേണം, അത് പാണ്ഡിത്യം തന്നെ വേണം. പണ്ഡിതനാവണമെന്നൊന്നുമില്ല, കുറച്ച് പാണ്ഡിത്യം വേണം. അല്ലെങ്കിൽ അത് കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വിവേകത്തോടു കൂടി എന്ത് ചെയ്യണം, അതിന് വിമർശിക്കാൻ കഴിയണം. ഇതിപ്പോൾ പട്ടിയ തല്ലിയാൽ പല്ലിഞ്ചലും കാണുന്നല്ലാണ്ട് ഒരു കഥയില്ലാത്ത പോലെ ഇപ്പോൾ ഇങ്ങോട്ട് വിമർശനം എന്നുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു കുട്ടി ഒരു മാതാവിൻ്റെ ഉദരത്തിൽ 4 വർഷം വരെ കിടക്കാം എന്നുള്ളത് ഉസ്താദ് പറഞ്ഞത് ഖുർആൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞോ? ഇല്ല. എന്നാൽ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞോ? അതുമില്ല. എന്താ കാരണം? ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഹദീസിലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? 4 മദ്ഹബുകളായ ഇമാമിങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ലോജിക്ക് എന്താണ്? ഏതെങ്കിലും ഖുർആനിൽ പറഞ്ഞതുകൊണ്ടോ ഹദീസിൽ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബുകളിൽ ഉദ്ധരിച്ചിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇമാമിയങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അനുഭവത്തിലൂടെയാണ്. അനുഭവത്തിൽ നിന്നാണ് ആ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കുട്ടി 4 വർഷം വരെ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ കിടക്കും എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മളതിനെ ആധുനിക ശാസ്ത്രമോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഒരു ബുദ്ധി കൊണ്ടോ തലച്ചോറ് കൊണ്ടോ അതിനെ വിമർശിക്കേണ്ടതില്ല. ഒരു കാര്യമില്ല. നമ്മളുടെ ഈ ഒരു കാലഘട്ടത്ത് ഹോസ്പിറ്റലുകളും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ
പിന്നെ മെഷീൻസുകളും ഇത്രയും സംവിധാനങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്ത് ഒരു ഡോക്ടർക്ക് ഒരു പെണ്ണ് ഗർഭം ധരിച്ച ഒരു ഡേറ്റ് പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അത് ഡോക്ടർമാർ വിധി കുറിക്കുന്നത് എങ്ങനെയാണ്? ഒരു പെണ്ണിൻ്റെ പീരീഡിൻ്റെ ഡേറ്റ് കണക്കാക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഡോക്ടർമാർ വിധി എഴുതുന്നത്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങളുള്ള ഈ ഒരു കാലത്ത് ഡോക്ടർമാരുടെ തന്നെ ഒരു കാലയളവ് ചില ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് 250 ദിവസം കിടക്കും, 300 ദിവസം കിടക്കും, 330 ദിവസം കിടക്കും എന്നിങ്ങനെ പല നിലക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്തേ ഓർക്കത് കറക്റ്റായിട്ട് ഒരു ഇന്ന ദിവസം അല്ലെങ്കിൽ 300 എന്ന് പറയാൻ കഴിയാത്തെന്താ? ഓർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയൂല. കാരണം പറഞ്ഞത് തെറ്റിപ്പോയാൽ എന്താവും? ആ കുട്ടിയുടെ ഗർഭം ഭർത്താവിൻ്റെ അല്ല എന്നതിലേക്ക് ചിലപ്പോൾ കാര്യങ്ങളെത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത കാലയളവാണ് ഇത്രയും സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഡോക്ടർമാർ ഉദ്ധരിക്കുന്നത്. ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറേയൊക്കെ മുമ്പുള്ള കാലഘട്ടം എന്ന് പറയപ്പെടുമ്പോൾ ഒരു സംവിധാനങ്ങളും ഉണ്ടാവില്ല. ആ കാലഘട്ടത്ത് ഒരു കുട്ടി ഒരു മാതാവിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കാലയളവ് ഏറ്റവും ചുരുങ്ങിയ കാലയളവ്, ഏറ്റവും ഉയർന്ന കാലയളവ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ 4 മദ്ഹബിലെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ 2 ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത് 2 വർഷം വരെ കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഖുർആൻ്റെ അടിസ്ഥാനത്തിലല്ല, ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും ഒരു മുഫസ്സിറി ഏതെങ്കിലും തഫ്സീറിൽ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. അത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ആ ഇത് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആന്, തിരുനബിയുടെ സുന്നത്ത്, താബീങ്ങൾ, തബിത്താബീങ്ങൾ. ഇപ്പോൾ തബിത്താബീങ്ങൾക്കുള്ള മുമ്പുള്ള താബീങ്ങളിൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള 2 താബീങ്ങൾ, പിന്നെ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 2 താബീങ്ങൾ അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത് സ്വന്തം മാതാവിൻ്റെ 2 വർഷം വരെ ഉദരത്തിൽ കിടന്നതിന് ശേഷം മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 4 വർഷം വരെ കിടക്കാം എന്നുള്ളത് മറ്റു 2 മദ്ഹബുകളുടെ അവരുടെ പ്രസ്താവനയാണത്. അത് പരിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിലോ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും കിതാബുകളുടെ അടിസ്ഥാനത്തിലല്ല അത് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം അനുഭവത്തിൽ സ്ഥിരപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് ഉദ്ധരിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല? ആധുനിക ശാസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം കൊണ്ടോ ഇന്നത്തെ ആളുകളുടെ തലച്ചോറ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അതിനെ വിമർശിക്കേണ്ടതില്ല, ഒരാവശ്യമില്ല. ഓക്കെ, കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, പഠിക്കുക. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്, ഡോക്ടർ അബ്ദുൽ ഹക്കീം അക്സനി ഉസ്താദിന് ഈ ഒരു മദ്ഹബിൻ്റെ വിഷയം പറയാൻ ചന്ദനമഴ കാണേണ്ട ആവശ്യമില്ല. അത് കണ്ട ആളുകൾ അതിൻ്റെ പിന്നാലെ പൊക്കോളി, കാണാത്ത ആളുകളുടെ നേർക്ക് എന്ത് ചെയ്യരുത്? വിമർശനവുമായിട്ട് വരരുത്. അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാണ്.